أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സദസ്സിലും മറ്റു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക അനുധാവനം എന്ന വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹദീസ് സെമിനാറിലാണ് നാം ഉള്ളത്. ആ ഹദീസ് സെമിനാറിൽ തഖ്ലീദുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് കുറഞ്ഞ സമയം നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ളത്. പ്രമാണങ്ങൾ പരിചയപ്പെടുത്തപ്പെടുമ്പോൾ അവിടെ എന്തിനാണ് തഖ്ലീദിനെ സംബന്ധിച്ച് അഥവാ അന്ധമായ അനുകരണം, പക്ഷപാതിത്വത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് എന്ന് ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം. യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിന് മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും അന്ധമായ വ്യക്തികളോടുള്ള തഖ്ലീദും അതല്ലെങ്കിൽ മദ്ഹബുകളോടുള്ള തഖ്ലീദും അതുമല്ലെങ്കിൽ സംഘടനകളോടും പ്രസ്ഥാനങ്ങളോടുമുള്ള തഖ്ലീദാണ് എന്നുള്ളത് മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഇതുണ്ടാകാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ചെറിയ സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. തഖ്ലീദ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്കതിന് ഒരു നേർക്കുനേരെ പരിഭാഷ പറയാൻ സാധ്യമല്ല. അന്ധമായ തെളിവുകൾ നോക്കാതെ ഒരു വ്യക്തിയെ പിൻപറ്റുക, പക്ഷപാതിത്വപരമായി ആ വ്യക്തിയോട് അനുഭാവം കാണിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തഖ്ലീദ് എന്ന പദം ഉണ്ടായിട്ടുള്ളത് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നഹു മഅഖൂദുൻ മിൻ ഖിലാദ. ഖിലാദത്ത് എന്ന പദത്തിൽ നിന്നാണ് ഈ തഖ്ലീദ് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ഖിലാദത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ മാല എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് കഴുത്തിൽ തൂക്കിയിടുന്ന ഒരു മാല എന്ന പദത്തിൽ നിന്ന് ഈ തഖ്ലീദ് ഉത്ഭവിക്കാൻ കാരണം?
فكأن المقلد جعل ذلك الحكم الذي قلد فيه المجتهد كالقلادة في عنق من قلده. താൻ ഏതൊരു വ്യക്തിയാണോ അന്ധമായി അനുകരിച്ച് തഖ്ലീദ് ചെയ്തിട്ടുള്ളത്, ആ മനുഷ്യൻ്റെ വാക്കിനെ അല്ലെങ്കിൽ അയാളുടെ ഒരു ആശയത്തെ തൻ്റെ കഴുത്തിൽ ഒരു മാല അണിഞ്ഞതുപോലെ അയാൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് തഖ്ലീദിന് ആ പേര് ലഭിച്ചത് എന്ന് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൽ തഖ്ലീദ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്ലാമിക സാങ്കേതികമായി കൊണ്ട് തഖ്ലീദ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു അന്ധമായ അനുകരണം. പണ്ഡിതന്മാർ അതിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം ഖബൂലു ഖൗലിൽ ഗൈരി മിൻ ഗൈരി ഹുജ്ജ, ഒരു തെളിവ് നോക്കാതെ, ദലീൽ പരിശോധിക്കാതെ മറ്റൊരു വ്യക്തിയുടെ വാക്കിനെ സ്വീകരിക്കുക എന്നാണ്. ഇന്ന വ്യക്തി പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം സ്വീകരിക്കുക, അയാളുടെ തെളിവ് പരിശോധിക്കുന്നില്ല. മറ്റൊരു വ്യക്തിയുടെ തെളിവ് പരിശോധിക്കാതെ ആ മനുഷ്യൻ്റെ വാക്കിനെ പിൻപറ്റലാണ് തഖ്ലീദ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അവൻ സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നമ്മൾ ഇടവും വലവും നോക്കാതെ കണ്ണും മുറുക്കി ചെമ്പി സ്വീകരിക്കാം. അതിന് തഖ്ലീദ് എന്ന് പറയില്ല, അതിന് ഇത്തിബാഅ് എന്നാണ് പറയുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റൂ, റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യൂ എന്ന് അള്ളാഹു തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ വാക്കുകൾ നമുക്ക് അന്ധമായിക്കൊണ്ട് തന്നെ സ്വീകരിക്കാം, അതിന് യാതൊരു കുഴപ്പവുമില്ല. ഹദീസ് സ്വഹീഹാണോ എന്ന് പരിശോധിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ വാക്കിനെ പിൻപറ്റുന്നതിന് തഖ്ലീദ് എന്ന് പറയില്ല, അതിന് ഇത്തിബാഅ് എന്നാണ് പറയുക. അതുപ്രകാരം തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞു വയഖ്റുജു അൻ ദാലിക ഖബൂലു റിവായത്തി റുവാത്ത്, റാവിമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന റിവായത്തുകൾ, ആ റിവായത്തുകൾ സ്വീകരിക്കുന്നതിനെയും തഖ്ലീദ് എന്ന് പറയാറില്ല. അതുപോലെ ഒരു വിഷയത്തിൽ സാക്ഷി നിൽക്കുന്ന ഒരാൾ, ആ സാക്ഷിയുടെ വാചകത്തെ നമ്മൾ അങ്ങനെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനും തഖ്ലീദ് എന്ന് പറയാറില്ല സ്വാഭാവികമായിക്കൊണ്ടും. ഇബ്നു ഹാജൽ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു ലൈസ റുജൂഉ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലൽ ഇജ്മാഇ വൽ ആമി ഇലൽ മുഫ്തി വൽ ഖാദി ഇൽ ഉദൂൽ ലൈസ ബിതഖ്ലീദിൻ, ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ അല്ലെങ്കിൽ ഇജ്മാഇലേക്കോ മടങ്ങുന്നതോ, ഒരു സാധാരണക്കാരൻ ഒരു മുഫ്തിയോട് കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുന്നതോ, അതല്ലെങ്കിൽ ഒരു വിധികർത്താവ് ഖാദി ഒരു സാക്ഷിയെ അയാളുടെ വാക്ക് സ്വീകരിക്കുന്നതോ, ഇതൊന്നും തഖ്ലീദ് എന്ന് പറയുകയില്ല. അന്ധമായ അനുകരണമെന്ന് ഇസ്ലാമിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഇസ്തിലാഹിൻ്റെ ഭാഷയിൽ സാങ്കേതികാർത്ഥത്തിൽ പറയുകയില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഇസ്ലാമിൽ ഒരു കാര്യം പ്രമാണം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മൾ അന്ധമായി സ്വീകരിക്കണം. ആ പ്രമാണത്തെ അല്ലാതെ ഏത് വ്യക്തിയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചുള്ള മറ്റു ഏതൊരു വ്യക്തിയെയും നമുക്ക് അന്ധമായി തഖ്ലീദ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടില്ല? രണ്ട് കാരണങ്ങൾ പ്രത്യേകമായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവോ പ്രവാചകനോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ പറഞ്ഞു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്തായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം സമ്പൂർണ്ണമാണ്. ഇനി ആ സമ്പൂർണമായ മതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളിൽ ഒരു മനുഷ്യന് അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ പണ്ഡിതന്മാരുടെ വാക്കുകളെ അന്ധമായിക്കൊണ്ട് അനുകരിക്കണമെന്നല്ല, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ് നമുക്ക് സ്വീകരിക്കാം. അത് തഖ്ലീദ് ഒരു പക്ഷേ ഒരു ആമത്തുന്നാസിൽപ്പെട്ട ഒരു സാധാരണക്കാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതല്ലാതെ നിർവാഹമില്ലെങ്കിൽ തെളിവുകൾ പരിശോധിച്ചതിന് ശേഷം അയാൾക്കത് സ്വീകരിക്കാം. രണ്ടാമത്തെ കാരണം എന്താണ്? എന്തുകൊണ്ട് അന്ധമായിക്കൊണ്ട് അവന് സ്വീകരിക്കേണ്ടതില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്.
ആ ബുദ്ധി നൽകി പ്രമാണങ്ങളെ കണ്ടെത്തുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം എന്ന നിർദ്ദേശം ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാർക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ 179-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. മനുഷ്യന്മാരിൽ ചില ആളുകളെ വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യന്മാരിൽ നിന്നും ജിന്നുകളിൽ നിന്നും കുറച്ച് ആളുകളെ, കുറച്ച് വിഭാഗത്തെ നാം നരകത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. എന്താണ് അവരുടെ വിശേഷണം? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, അവർക്ക് ചിന്തിക്കുവാൻ ആവശ്യമായ രീതിയിലുള്ള ഹൃദയങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, ആ കണ്ണുകൾ കൊണ്ട് പ്രമാണങ്ങൾ കണ്ടുപഠിച്ച് മനസ്സിലാക്കി അത് സ്വീകരിക്കുന്നതിന് പകരം അവരത് കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവികളുണ്ട്, ആ ചെവികൾ കൊണ്ട് അവർ കേൾക്കുന്നില്ല. അങ്ങനെ ചെവി ഉണ്ടായിട്ടും കേൾക്കാത്ത, കണ്ണുണ്ടായിട്ടും കാണാത്ത, ഹൃദയമുണ്ടായിട്ടും ചിന്തിക്കാത്തവരെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാകുന്നു. ബൽഹും അളൽ, അതല്ല നാൽക്കാലികളെക്കാൾ മോശമാകുന്നു. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരായി ജീവിക്കുന്നവരാണ്. നാൽക്കാലികൾക്ക് ബുദ്ധിയും കാതൊന്നുമില്ല, മനസ്സിലാക്കാം. എന്നാൽ നാൽക്കാലികളെക്കാൾ മോശമാണ്. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ പഠിച്ച് പ്രമാണങ്ങളെ കണ്ടെത്തി ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കണം. അതല്ലാതെ പ്രമാണങ്ങൾ സ്വീകരിക്കാതെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വാക്കിന്റെ ആ ബലത്തിൽ മാത്രം ഒരു മനുഷ്യൻ ഒരു വാക്ക് ദീനിൽ സ്വീകരിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? ഇതേ അബദ്ധമാണ് മുൻ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് സംഭവിച്ചത്. അവർക്ക് വേദങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ, പ്രമാണങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടാൽ അവരെന്താ പറയാ? വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ് വഇലാ റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. സൂറത്തുൽ മാഇദയിലെ 104-ാമത്തെ ആയത്താണ്. വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലാ റസൂൽ, അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും നിങ്ങൾ വരൂ എന്നവരോട് പറയപ്പെട്ടാൽ, ഖാലു, അവർ പറയും, ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പിതാക്കന്മാർ ഏതൊരു മാർഗത്തിലാണോ ഞങ്ങൾ അവരെ കണ്ടത് ആ മാർഗം മാത്രം ഞങ്ങൾക്ക് മതിയായതാകുന്നു. അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവർ ഹിദായത്ത് ലഭിക്കാത്തവരോ ഒരു കാര്യം ചിന്തിച്ച് മനസ്സിലാക്കി പഠിക്കാത്തവരോ ഇൽമില്ലാത്തവരോ ആണെങ്കിലും നിങ്ങൾ അവരെ തന്നെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഈ ഒരു വലിയ അബദ്ധം മുൻഗാമികളായ അല്ലെങ്കിൽ മുൻപ് ഉണ്ടായ സമൂഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. ആ സമൂഹം 3 വിഭാഗം ആളുകളെയാണ് തഖ്ലീദ് നടത്തിയത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും മുശ്രിക്കുകളുമായ ആളുകൾ, അവർ 3 വിഭാഗം ആളുകളെ അന്ധമായി അനുകരിച്ചു. ഏതൊക്കെയാണ് 3 വിഭാഗം ആളുകൾ? ഒന്ന്, അവരുടെ പിതാക്കന്മാരെ തന്നെയാണ്. കാക്കക്കാരണവന്മാർ. ഇന്നും നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട്, ഖുർആനും സുന്നത്തും അവിടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടാൽ എന്താണ് അവർക്കുള്ള മറുപടി? എത്രയോ കാലങ്ങളായി നമ്മുടെ കാക്കക്കാരണവന്മാർ പറഞ്ഞു വരുന്ന കാര്യമാണ് മുത്തുബിയത്തുർ റാത്തീബും നബിദിനും അതുപോലെ തന്നെ മൗലിദുർ റാത്തീബുകളും. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ പുത്തൻവാദികളായി പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഞങ്ങളുടെ കാക്കക്കാരണവന്മാരായ ആളുകൾക്ക് ഇതൊന്നും പരിചയമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ് പിതാക്കന്മാരെയും അതുപോലെ തന്നെ മുൻഗാമികളായ ആളുകളെയും അന്ധമായി അനുകരിക്കുന്നു. അതിന് അള്ളാഹു വിമർശിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല വകദാലിക മാ അർസൽനാ മിൻ ഖബ്ലിക ഫീ ഖറിയത്തിൻ മിൻ നദീർ, പ്രവാചകരെ നിങ്ങൾക്ക് മുമ്പ് ഏതൊരു നാട്ടിലേക്ക് ഞാൻ ഒരു പ്രവാചകൻ അയച്ചിട്ടുണ്ടോ ആ അയച്ച ഏത് നാട്ടിലേക്കും അവ പ്രവാചകന്മാർ വന്നു ചെല്ലുന്ന അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഇല്ലാ ഖാല മുത്രഫുഹാ ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മത്തിൻ വഇന്നാ അലാ ആഥാരിഹിം മുഖ്തദൂൻ. ഏത് പ്രവാചകന്മാരോടും അവിടെ ഉമ്മത്ത് പറഞ്ഞതെന്താ? ഞങ്ങളുടെ പിതാക്കന്മാർ ഒരു മാർഗത്തിൽ കണ്ടിട്ടുണ്ട്, ആ മാർഗത്തിൽ മാത്രമേ ഞങ്ങൾ ചലിക്കുള്ളൂ. നിങ്ങളുടെ ഖുർആനും ഹദീസൊന്നും ഇവിടെ പറയണ്ട. ഞങ്ങളുടെ കാക്കക്കാരണവന്മാർ എന്താണോ ചെയ്തതായിക്കൊണ്ട് ഞങ്ങൾ കണ്ടത് അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഒന്നും കേൾക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിതാക്കന്മാരെ അന്ധമായി തഖ്ലീദ് ചെയ്യുന്ന ഒരവസ്ഥ, ഇതിനെ വിശുദ്ധ ഖുർആൻ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ടായിരുന്നു. അവർ പിതാക്കന്മാരെയല്ല സ്വന്തം നേതാക്കന്മാരെ അന്ധമായി അനുകരിച്ചു. നേതാക്കന്മാർ ഞങ്ങളെ വഴിതെറ്റിക്കൂല, ഞങ്ങൾ തക്ബീർ ചൊല്ലി അതുപോലെ തന്നെ ഞങ്ങൾ ആദരിച്ച് ബഹുമാനിച്ച് മുത്തിമണത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ അവർ ഞങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കുമെന്ന അന്ധമായ മൂഢമായ വിശ്വാസം. ഒരു മനുഷ്യന് അങ്ങനെ വിശ്വസിച്ചു. അവസാനം നരകത്തിലേക്ക് എറിയപ്പെടുന്ന രംഗം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു സൂറത്തുൽ അഹ്സാബിൽ. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല. നരകത്തിൽ കടന്നുകൊണ്ട് അവിടെ മുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കപ്പെടുകയാണ്. അവിടെ വെച്ചുകൊണ്ട് അവർ വിലപിക്കുന്നു. യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല. എത്ര ഞങ്ങൾക്ക് നാശം, ഞങ്ങൾ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇത് ദുനിയാവിൽ പറയേണ്ട വാക്കാണ്. ദുനിയാവിൽ പറയേണ്ട വാക്ക് അത് ശരിക്ക് അതിൻ്റെ ഭവിഷ്യത്ത് നരകത്തിൽ കടന്ന് അനുഭവിക്കും അവർക്ക് ബോധ്യമാകുമ്പോൾ അവിടെ വെച്ചുള്ള വിലാപം അല്ലാഹ് മുൻകൂട്ടി പറഞ്ഞു തരാൻ. എന്തിനാണ്? അവിടെ വെച്ച് വിരൽ കടിക്കാതിരിക്കാൻ. എന്നിട്ട് ആരെയാണ് അവർ അന്ധമായി അനുകരിച്ചത്? വഖാലു, അവർ പറയുന്നു, റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബ്റാഅനാ ഫഅളല്ലൂന സബീലാ. അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാർ അനുസരിച്ചു പോയി. വകുബ്റാഅനാ, ഞങ്ങൾ വലിയ വലിയ ആളുകൾ അനുസരിച്ചു പോയി. ഫഅളല്ലൂന സബീലാ, അവർ ഞങ്ങളെ വഴിതെറ്റിച്ച് കളഞ്ഞല്ലോ പടച്ചോനെ. ഇതൊരു വഴികേടാണ്. നേതാക്കന്മാർ അനുസരിക്കേണ്ടതല്ല, നേതാക്കന്മാരെ അന്ധമായി അനുസരിച്ചു പോയി. എന്തു പറഞ്ഞാലും സ്വീകരിക്കുന്നൊരവസ്ഥ വന്നു. അത് ഖുർആനും സുന്നത്തിനും യോജിക്കുന്നതാകട്ടെ യോജിക്കാത്തതാവട്ടെ, നേതാക്കന്മാർ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അതനുസരിക്കാതിരിക്കാൻ പറ്റൂല. സർക്കുലർ ഉണ്ട്, അനുസരിക്കാതിരിക്കാൻ പറ്റൂല എന്ന രീതിയിൽ അനുസരിച്ച് കഴിഞ്ഞാൽ പരലോകത്ത് ഖേദിക്കേണ്ടി വരും. പ്രമാണങ്ങൾക്ക് യോജിക്കുന്ന കാര്യം ആര് പറഞ്ഞാലും, അതിന് ഇസ്ലാമിൻ്റെ ശത്രു പറഞ്ഞാലും ഒരു മുസ്ലിമിന് സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് മഹാനെ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആളെ നോക്കണ്ട, തെളിവ് നോക്കിയാൽ മതി. അതൊരു വലിയ മുദ്രാവാക്യമാണ്. എന്ന് പറഞ്ഞാൽ ആളെ നോക്കി തെളിവ് നോക്കാതിരുന്നാൽ പരലോകത്ത് ഖേദിക്കേണ്ടി വരും. തെളിവ് നോക്കാതെ ആളെ മാത്രം നോക്കിയാൽ, നേതാക്കന്മാർ അനുസരിച്ച് തഖ്ലീദ് നടത്തിയാൽ അവന് പരലോകത്ത് ഖേദിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് എന്താണ്? നേതാക്കന്മാർ പണ്ഡിതന്മാരനുസരിച്ചു പോയി. ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും പറ്റിയ അബദ്ധം അതാണ്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. സൂറത്ത് തൗബയിൽ 31-ാമത്തെ ആയത്ത്. അവർ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിന് പുറമെയുള്ള റബ്ബുകളാക്കി സ്വീകരിച്ചിരിക്കുന്നു. പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിനെ പോലെ റബ്ബുകളായി അവർ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ, അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞാൽ സ്വീകരിച്ചു. അള്ളാഹ് ഒരു കാര്യം ഹലാലാക്കിയാൽ അത് ഹലാലായി കാണുന്നത് പോലെ പണ്ഡിതന്മാർ ഹലാലാക്കിയാൽ അത് ഹലാലാക്കുന്നു. അള്ളാഹ് ശിർക്കാക്കാത്തൊരു കാര്യം പണ്ഡിതന്മാർ ശിർക്കാക്കിയാൽ അത് ശിർക്കാണെന്ന് പറയുന്നു. ഇതാണ് പണ്ഡിതന്മാരുള്ള അന്ധമായ അനുകരണം. സഹോദരന്മാരെ, ഈ മൂന്ന് കാര്യങ്ങളെയും ഈ മൂന്ന് രീതിയിൽ മുൻഗാമികളായ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന സമൂഹത്തിൽപ്പെട്ട ആളുകൾ ആ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കെതിരെ തഖ്ലീദ് അല്ലെങ്കിൽ അതിനെതിരായിക്കൊണ്ട് പ്രമാണങ്ങൾക്കെതിരെ അവർ തഖ്ലീദുമായി മുന്നോട്ട് പോയി. ഇതിനെ മൂന്നിനെയും അള്ളാഹുവിൻ്റെ ഖുർആൻ ഗണ്ണിച്ചിട്ടുണ്ട്. ഗണ്ണിച്ചു എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുൻഗാമികളായ മുൻ സമൂഹത്തിന് പറ്റിയ അതേ അബദ്ധങ്ങൾ അതുപോലെ തന്നെ എൻ്റെ ഉമ്മത്തിനും സംഭവിക്കും എന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രവാചകന്റെ ഹദീസിൽ കാണാം, ലാ തഖൂമു സ്സാഅതു ഹത്താ തഅഖുദ ഉമ്മത്തി ബിഅഖ്ദിൽ ഖുറൂനി ഖബ്ലഹാ ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. ഒരിക്കലും ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ തഅഖുദ ഉമ്മത്തി ബിഅഖ്ദിൽ ഖുറൂനി ഖബ്ലഹാ, എൻ്റെ ഉമ്മത്ത്, എൻ്റെ മുമ്പുള്ള ആളുകൾ, എൻ്റെ മുമ്പുള്ള തലമുറ അഥവാ റസൂലുള്ളാഹിന്റെ മുൻഗാമികളായ അതവരുടെ മുൻപ് കഴിഞ്ഞു പോയ ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർ ഏതൊരു സുന്നത്താണോ പിൻപറ്റിയത്, എന്താണ് അവരുടെ ആചാരം, അതിന് ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി എൻ്റെ ഉമ്മത്ത് പിൻപറ്റും. ഇതുപോലെ മൂന്ന് രീതിയിലുള്ള തഖ്ലീദും ഉമ്മത്തിലുണ്ടാകാം. അതും ഈ ഹദീസിന്റെ പ്രവചനത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അത് ഉണ്ടായിട്ടുണ്ട്. അതെന്നാ ഉണ്ടായത്? ആര് പറഞ്ഞാലും തെളിവ് നോക്കാതെ സ്വീകരിക്കുന്ന രീതി, തൻ്റെ മദ്ഹബിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കക്ഷിക്ക് വേണ്ടി, തൻ്റെ പാർട്ടിക്ക് വേണ്ടി സ്വീകരിക്കുന്ന അന്ധമായ തഖ്ലീദ് എന്നാണ് ഈ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വന്നത്. ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇന്ന തഖ്ലീദ ലം യഹ്ദുസ് ഇല്ലാ ബഅദ ഇൻഖിറാദി മിൻ ഖൈറിൽ ഖുറൂനി ثم الذين يلونهم ثم الذين يلونهم.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആദ്യത്തെ 3 തലമുറയുണ്ട്. ആദ്യത്തെ 3 തലമുറ കഴിഞ്ഞതിന് ശേഷമാണ് ഈ തഖ്ലീദ് എന്ന് പറയുന്ന രീതി ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കാലത്തതില്ല, താബീങ്ങളുടെ കാലത്തതില്ല, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കാലഘട്ടത്തിലും അതില്ല. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് തെളിവ് നോക്കാതെ കാര്യങ്ങൾ സ്വീകരിച്ചിരുന്നില്ല. റസൂലുള്ളാഹിന്റെ വാക്കല്ലാത്ത ഒരു മനുഷ്യന്റെ വാക്കും അത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ വാക്കാണെങ്കിൽ പോലും അവർ സ്വീകരിച്ചിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഹദീസിൽ കാണാം, ഹജ്ജുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ റസൂലുള്ളാഹിന്റെ ഹദീസ് പറയുന്നു, തമത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം ചോദിച്ച വ്യക്തി പറയുന്നു, അബൂബക്കറിന്റെയും ഉമറിന്റെയും അഭിപ്രായം ഇതല്ലല്ലോ. അബൂബക്കറും ഉമറും മോശക്കാരാണോ? പക്ഷെ റസൂലുള്ളാഹിന്റെ അത്ര പവറില്ല. അബൂബക്കറും ഉമറും മോശക്കാരല്ല, പക്ഷെ റസൂലുള്ളാഹിന്റെ വാക്ക് ഒഴിവാക്കി അബൂബക്കറിന്റെയും ഉമറിന്റെയും വാക്ക് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുമ്പോൾ, മഹാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യൂശികു അൻ യൻസില അലൈക്കും ഹിജാറത്തുൻ മിനസ് സമായി, ആകാശലോകത്തിൽ നിന്ന് ചരൽ മഴ ഇതാ നിങ്ങൾക്ക് മേൽ വർഷിക്കാറായിട്ടുണ്ട്. അഖൂലു ലക്കും ഖാല റസൂലുള്ളാഹ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹ് പറഞ്ഞു എന്നാ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വതഖൂലുന ഖാല അബൂബക്കറും ഉമറു, നിങ്ങൾ എന്നോട് പറഞ്ഞത് അബൂബക്കറും ഉമറും പറഞ്ഞു എന്നാ. അത് പറ്റൂല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് എതിരായി അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേറൊരു മനുഷ്യന്റെ വാക്ക് സ്വീകരിക്കുന്ന രീതി റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ കാലഘട്ടത്തിലില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സലഫുകളിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വാക്ക് നിങ്ങൾ നോക്കൂ, ലാ അറാ ലി അഹദിൻ മഅ സുന്നത്തി സന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സുന്നത്താക്കിയ ഒരു സുന്നത്തിന്റെ കൂടെ മറ്റൊരു മനുഷ്യന്റെ വാക്കും സ്വീകരിക്കാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ വാക്ക് എന്താണോ അതിന് അനുഗുണമായ വാക്ക് സ്വീകരിക്കാമെന്നല്ലാതെ പ്രവാചകന്റെ വാക്കിന് വിപരീതമായി അതിന് എതിരായിക്കൊണ്ട് ആര് എന്ത് വാക്ക് കൊണ്ടുവന്നാലും അത് സ്വീകരിക്കേണ്ടതില്ല. സലഫുകൾപ്പെട്ട പണ്ഡിതനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്താ പറഞ്ഞു, അദ്ദേഹം സലഫു സാലിഹിൽപ്പെട്ട പണ്ഡിതനാണ്. ഇദാ ഖുൽതു ഖൗലൻ കിതാബുല്ലാഹി യുഖാലിഫുഹു ഫത്റുകു ഖൗലി ലിഖിതാബില്ലാഹ്, ഞാനൊരു വാക്ക് പറഞ്ഞു, ആ വാക്ക് അള്ളാഹുവിന്റെ കിതാബ് അതിനോട് എതിര് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്ക് നിങ്ങൾ ഒഴിവാക്കണം. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കലും എൻ്റെ മദ്ഹബിന് അന്ധമായി നിങ്ങൾ സ്വീകരിച്ചോ എന്ന് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ല. വഇദാ കാന ഖൗലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖാലിഫുഹു, റസൂലുള്ളാഹിന്റെ വാക്ക് എൻ്റെ വാക്കിനോട് എതിര് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉത്റുകു ഖൗലി ലി ഖബരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വാക്കിന് വേണ്ടി നിങ്ങൾ എൻ്റെ വാക്കിനെ ഒഴിവാക്കണം. ഇത് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പഠിപ്പിച്ചതാണ്. കാരണം എന്താ, ആ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കാലഘട്ടത്തിലും അന്ധമായിക്കൊണ്ട് അനുകരിക്കുക എന്ന രീതി ഉണ്ടായിരുന്നില്ല. ഇമാം മാലിക് അത് പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ എന്താ, ഇന്നമ അന ബശറുൻ ഉഖ്തി വസീബു, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് സുബദ്ധങ്ങൾ സംഭവിക്കാം, എനിക്ക് അബദ്ധങ്ങൾ സംഭവിക്കാം. ഫൻദുറു ഫീ റഅയി, അതുകൊണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങൾ പരിശോധിക്കണം, എൻ്റെ അഭിപ്രായം നിങ്ങൾ പരിശോധിക്കണം. ഫകുല്ലു മാ വാഫഖൽ കിതാബ വസ്സുന്ന ഫഖുദു ബിഹി, എൻ്റെ വാക്കിൽ നിന്ന് ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ സ്വീകരിച്ചോളൂ. വകുല്ലു മാ ലം യുവാഫിഖൽ കിതാബ വസ്സുന്ന ഫത്റുഖുഹു, റസൂലുള്ളാഹിന്റെ സുന്നത്തിനോടും അള്ളാഹുവിൻ്റെ കിതാബിനോട് സ്വീകരിക്കാത്തത്, അതിന് എതിരാകി നിൽക്കുന്ന എൻ്റെ ഏത് വാക്കുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണമെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താ, ഇദാ സഹൽ ഹദീസു ബിമാ യുഖാലിഫു ഖൗലി ഫദ്രിബു ബിഖൗലി അർദൽ ഹായിതി, എൻ്റെ വാക്കിനെതിരായിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസ് സ്ഥിരപ്പെട്ടു വന്നാൽ എൻ്റെ വാക്കിനെ നിങ്ങൾ ചുമരിലേക്ക് വലിച്ചെറിയുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, വലാ തുഖല്ലിദ്നി വലാ തുഖല്ലിദന്ന മാലികൻ വലാ സൗരിയ വലാ ലൗസാഇയ വഖുദു മിൻ ഹൈസു അഖദു, എന്നെ നിങ്ങൾ അനുകരിക്കരുത്, എന്നെ നിങ്ങൾ തഖ്ലീദ് ചെയ്യരുത്. വലാ തുഖല്ലിദ് മാലികൻ, ഇമാം മാലിക്കിനെയോ ഇമാം സൗരിയോ ഔസായിയോ റഹിമഹുമുല്ലാഹു ജമീഅൻ, അവരെ ആരെയും നിങ്ങൾ തഖ്ലീദ് ചെയ്യരുത്, അവരെടുത്തെടുത്തുനിന്ന് അവരുടെ പ്രമാണങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക എന്നാണ്. അപ്പോൾ സഹോദരന്മാരെ, ഈ ഒരു രീതി 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്ക് പരിചയമല്ല. ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഹദീസൊക്കെ അവിടെ നിൽക്കട്ടെ, ഷാഫി മദ്ഹബ് ഞാൻ ഷാഫിയാണ്, അതുകൊണ്ട് ഷാഫി മദ്ഹബ് സ്വീകരിക്കുമെന്ന രീതി ഇമാം ഷാഫിക്ക് പരിചയമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഇന്ന് കാണുന്ന രീതിയിലുള്ള തഖ്ലീദ് മുമ്പ് സലഫു സ്വാലിഹിന് പരിചയമല്ല, അന്ധമായ അനുകരണം. പിന്നെ ഇത് ആരുണ്ടാക്കിയതാ അതുകൂടി മനസ്സിലാക്കണമല്ലോ.
ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഇന്ന ഹാദിഹിൽ മദാഹിബ് ഇന്നമാ അഹദസഹാ അവാമുൽ മുഖല്ലിദ ലിഅൻഫുസിഹിം മിൻ ദൂനി അൻ യഅദന ലഹും ബിഹാ ഇമാമുൻ മിനൽ അയിമ്മത്തിൽ മുജ്തഹിദീൻ. മുജ്തഹിദുകളായ ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാർ ഒരാൾ പോലും അനുവാദം കൊടുക്കാത്ത ഇന്ന് കാണുന്ന രീതിയിലുള്ള അന്ധമായ തഖ്ലീദ് മുഖല്ലിദുകളായിട്ടുള്ള ചില അന്ധമായ തഖ്ലീദിന്റെ അതിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചില പണ്ഡിതന്മാർ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ പിൽക്കാലക്കാരായ ചില മുഖല്ലിദുകളായ പണ്ഡിതന്മാർ അവരുടെ പാളക്കിതാബ് എഴുതി വെച്ചതാണ്. ആ മദ്ഹബിനെതിരായിക്കൊണ്ടൊന്നും പറയാൻ പാടില്ല. അത് തഖ്ലീദ് അത് പ്രമാണത്തിന് എതിരാണെങ്കിൽ പോലും ചെയ്യാൻ പാടില്ല എന്ന് വരെ അതൊക്കെ പിൽക്കാരക്കാരായ പണ്ഡിതന്മാർ എഴുതി ഉണ്ടാക്കി വെച്ചതാണ് എന്ന് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ തഖ്ലീദ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എന്താ പറഞ്ഞറിയോ? ഒരു ആലിം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അയാൾ വേറൊരു മനുഷ്യൻ്റെ ഖൗല് മാത്രം സ്വീകരിച്ച് തെളിവൊന്നും നോക്കാതെ സ്വീകരിക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ച് ആലിം എന്ന് പറയില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇമാം ഇബ്നുൽ ഖയ്യിം പറയാൻ, ലാ ഖിലാഫ ബൈനൻ നാസി അന്ന തഖ്ലീദ ലൈസ ബിഇൽമിൻ. പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് തഖ്ലീദ് എന്ന് പറഞ്ഞാൽ അത് ഇൽമല്ല. വഅന്നൽ മുഖല്ലിദ ലാ യുത്ലഖു അലൈഹി ഇസ്മുൽ ആലിം. ഒരു മുഖല്ലിദായ മനുഷ്യൻ അയാൾക്ക് ഇനി എത്ര ഇൽമുണ്ടെങ്കിലും അയാളൊരു മദ്ഹബിന് മാത്രം അന്ധമായിക്കൊണ്ട് തഖ്ലീദ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അയാളെ ആലിം ഒരു പണ്ഡിതൻ എന്ന് പറയാൻ പറ്റുകയില്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്, പണ്ഡിതന്മാർക്കിടയിൽ യോജിപ്പുണ്ട് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ നാടുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന തഖ്ലീദ് ഉണ്ടല്ലോ, ശാഫിഈ മദ്ഹബിന് അന്ധമായിക്കൊണ്ട് തഖ്ലീദ് ചെയ്യുക, അതല്ലെങ്കിൽ ഹനഫി മദ്ഹബിന് അന്ധമായിക്കൊണ്ട് തഖ്ലീദ് ചെയ്യുക. എന്താണ് ഈ തഖ്ലീദ് മുസ്ലിം സമൂഹത്തിന് വരുത്തി വെച്ച ദോഷം എന്നറിയാം നിങ്ങൾക്ക്? ഒരുപാട് അപകടങ്ങളുണ്ട്, ഒരുപാട് ദോഷങ്ങൾ. പണ്ഡിതന്മാർ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്ത് നശിക്കാനുള്ള അല്ലെങ്കിൽ ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ നാശത്തിന് ഹേതുവായത് പോലും അന്ധമായ തഖ്ലീദാണ്, അന്ധമായ മദ്ഹബി പക്ഷപാതിത്വമാണ്. എത്രത്തോളം നോക്കുൾ. അതിൽ ഒന്നാമത്തെ ദോഷം ചുരുക്കി ഞാൻ പറയാം. ഒന്നാമതായി തഖ്ലീദ് കൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ കോട്ടമെന്താ? പ്രമാണങ്ങളിൽ നിന്ന് അവർ അകന്നു. നമുക്ക് കിതാബ് സുന്നത്ത് നോക്കേണ്ട ആവശ്യമില്ല, ഒക്കെ നമ്മളെ പണ്ഡിതന്മാർ പഠിച്ച് പറഞ്ഞു തന്നോളൂ, ഉസ്താദ് വേലറിഞ്ഞെന്നോളൂ. നമുക്ക് ഖുറാൻ വായിക്കാൻ പാടില്ല, ഖുറാൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല, അതൊക്കെ പണ്ഡിതന്മാർ മാത്രം പഠിച്ച് പരിഭാഷപ്പെടുത്തി നമുക്ക് പറഞ്ഞു തരാം. നമ്മുടെ അവരെ വേദം ഇങ്ങനെ കേട്ട് വിഴുങ്ങി നടക്കുക. ഈ രീതി ഇതുകൊണ്ട് പ്രമാണങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായം അകന്നുപോയി. നോക്കൂ നിങ്ങൾ, 10-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ആ എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ ഹനഫി മദ്ഹബിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറയാണ്. എന്താ പറഞ്ഞറിയോ? ഖാല അസ്ഹാബുന, നമ്മുടെ മദ്ഹബിൽപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? ലാ യജൂസു ലനാ അൽ അഖ്ദു വൽ അമലു ബിൽ ഖുർആനി വൽ ഹദീസ്. ഖുർആനും ഹദീസും കൊണ്ട് നമുക്ക് അമൽ ചെയ്യാൻ പാടില്ല. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ, അല്ലാഹ് ദീനിന് വേണ്ടി ആളുകൾക്ക് പ്രമാണമായിക്കൊണ്ട് ഇറക്കിക്കൊടുത്ത ഖുർആനും സുന്നത്തും, ആ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് നമുക്ക് അമൽ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ലിഅന്ന ദാലിക വളീഫത്തുൽ മുജ്തഹിദി, അതൊക്കെ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാരുടെ ജോലിയാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ ഗവേഷണ പടുക്കളായിട്ടുള്ള വലിയ വലിയ ആലിമീങ്ങൾ ചെയ്യേണ്ട പണിയാണ് ഖുർആനും സുന്നത്തും കൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? പിന്നെ മുജ്തഹിദികളായ പണ്ഡിതന്മാർ അവർ ചെയ്യേണ്ട പണിയാണ്. പക്ഷെ ഇന്ന് മുജ്തഹിദികളുണ്ടോ? അതുമില്ല. വൽ ഇജ്തിഹാദു ഖദ് ഇൻഖറള മിൻ താരീഖ് 400 സനത്തിൻ. ഹിജ്റ 4 നൂറ്റാണ്ടോടുകൂടി, ഹിജ്റ 400 വർഷത്തോടുകൂടി ഇജ്തിഹാദും അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആനും സുന്നത്തും എടുക്കാനും പാടില്ല. ഇനി മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വലൈസ ലനാ ഇല്ലൽ അഖ്ദു ബിമാ ഫീ കുതുബി ഉലമാഇനാ, നമ്മുടെ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ എന്താണോ ഉള്ളത് അത് മാത്രം സ്വീകരിക്കലല്ലാതെ നമുക്ക് വേറെ നിർവാഹമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അള്ളാഹിൻ്റെ ഖുർആൻ ഇവിടെ തഹരീഫിൽ ഒരു ഹർഫിന് പോലും വ്യത്യാസമില്ലാതെ ഇവിടെ ഉണ്ട്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഒരു ഹർഫിന് പോലും വ്യത്യാസമില്ലാതെ നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്നും എടുക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ ഉലമാന്റെ കിതാബ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. മുജ്തഹിദീങ്ങളായ ആളുകൾക്ക് മാത്രമേ ഖുർആൻ സുന്നത്തൊക്കെ തിരിയുള്ളൂ എന്ന് പറഞ്ഞ് അന്ധമായ തഖ്ലീദിലേക്ക് ആളുകളെ നയിക്കുന്നു. അതല്ലേ നമ്മുടെ നാടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇമാം ഷാഫി പറഞ്ഞ കാര്യങ്ങൾ പോലും ഷാഫിഈ മദ്ഹബ് എന്ന് പറയപ്പെടുന്ന ആളുകൾ, അത് സ്വീകരിക്കുന്നെന്ന് പറയപ്പെടുന്ന ആളുകൾ എടുക്കുന്നില്ല എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വാസ്തവമാണ്, സങ്കടകരമാണ്. ഇത് വലിയ അപകടം. അപ്പോൾ ഒന്നാമത്തെ അപകടം എന്താ? തഖ്ലീദ് കൊണ്ടുണ്ടായ പ്രമാണങ്ങളിൽ നിന്ന് അകന്നുപോയി,
പ്രമാണങ്ങൾ പഠിക്കുന്നില്ല. പരിഭാഷ പോലും ഹറാമാക്കപ്പെട്ട പശ്ചാത്തലം നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം. ഖുർആൻ പരിഭാഷ ചെയ്യാൻ പാടില്ല. ആ ഖുർആൻ പരിഭാഷ ചെയ്ത് അത് ആളുകൾ പഠിച്ചു പോയാൽ തങ്ങളുടെ വരുമാനം മുട്ടുമെന്ന അന്ധമായിട്ടുള്ള ആ ഒരു വ്യാമോഹത്തിൻ്റെ പേരിലാണ് പലപ്പോഴും പ്രമാണങ്ങളിൽ നിന്ന് അവർ ജനങ്ങളെ പിടിച്ചു വലിച്ച് അകലേക്ക് കൊണ്ടുപോയത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ അറിയോ? ഈ അന്ധമായ തഖ്ലീദ് കൊണ്ടുണ്ടായ രണ്ടാമത്തെ ദോഷം, പ്രമാണങ്ങൾ സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, സ്വന്തം മദ്ഹബിന് അനുകൂലമായി കൊണ്ട് പ്രമാണങ്ങളെ കോട്ടിമാട്ടുന്ന അവസ്ഥ വരെ അന്ധമായ തഖ്ലീദ് കൊണ്ട്, സംഘടനാ പക്ഷപാതിത്വം കൊണ്ട്, അതല്ലെങ്കിൽ മദ്ഹബി പക്ഷപാതിത്വം കൊണ്ട്, പണ്ഡിതന്മാരുള്ള അന്ധമായ അനുകരണം കൊണ്ട് സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയാം. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്നൊരു ഹദീസുണ്ട്. എന്താ ഹദീസ്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം റമദാൻ മാസത്തിൽ 20 ദിവസം ജനങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ 20 ലൈലത്തൻ 20 ദിവസം ആളുകൾക്ക് ഇമാമായിക്കൊണ്ട് നിസ്കരിക്കും. അവസാനത്തെ 10 ദിവസം അദ്ദേഹം ഇമാം ഉണ്ടാവില്ല, അദ്ദേഹം ഒറ്റക്ക് വേറെ പോയി നിസ്കരിക്കലാണ്. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പള്ളിയിൽ 20 രാത്രി 20 ലൈലത്തൻ 20 രാത്രി റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിസ്കരിച്ചു എന്ന റിവായത്ത് അബൂദാവൂദിലുണ്ട്. ഈ അബൂദാവൂദിന്റെ റിവായത്തിൽ ഹനഫികളായിട്ടുള്ള ചില മുഖല്ലിദുകൾ, കാരണം 20 നിസ്കരിക്കാൻ വേണ്ടി തറാവിഹ് 20 നിസ്കരിക്കാൻ ഒരു തെളിവും കിട്ടാഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അബൂദാവൂദിന്റെ ഒരു നുസ്ഖയിൽ, ഒരു പതിപ്പിൽ 20 ലൈലത്തൻ എന്നുള്ളത് 20 ലൈലത്തൻ അഥവാ 20 രാത്രി എന്നുള്ളത് 20 റക്അത്തൻ എന്നാക്കി തിരുത്തി. മനസ്സിലാക്കണം നിങ്ങൾ. എന്തിനു വേണ്ടി? ദീനിന് വേണ്ടിയാണോ? തോന നിസ്കരിക്കാനുള്ള പൂതി കൊണ്ടാണോ? നിസ്കരിച്ച് കൂലി കിട്ടാനുള്ള പൂതി കൊണ്ടോ? അല്ല. തൻ്റെ മദ്ഹബിനോട് യോജിക്കുന്ന രീതിയിൽ ഹദീസുകളെ പ്രമാണത്തിൻ്റെ അതിനനുസരിച്ച് കൊണ്ട് വക്രീകരിക്കുക. അപ്പോൾ 20 ലൈലത്തൻ എന്നുള്ളതിനെ 20 റക്അത്തൻ എന്നാക്കി മാറ്റി. എന്തിന്? ഇത് പ്രമാണങ്ങൾ തിരുത്തുക. ഇനി വേണ്ട, നമ്മുടെ നാട്ടിലൊരു സഖാഫി, ഒരു മുസ്ലിയാർ തിരുത്തിയില്ലേ അള്ളാന്റെ ഖുർആൻ തിരുത്തിയില്ലേ? എന്തിനു വേണ്ടിയാണ്? അർ റസൂലു എന്നുള്ളത് റസൂല വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്നുള്ളത് റസൂല എന്നാക്കിയില്ലേ? എന്തിനാ തിരുത്തിയത്? റസൂലുള്ളാഹിനോട് സ്നേഹം കൊണ്ടാണോ? അല്ല. തങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ബിദ്അത്തും തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആദർശവും, ആ ആദർശത്തിന് പ്രമാണങ്ങളിൽ തെളിവില്ല എന്ന് കണ്ടപ്പോൾ ഇനി പ്രമാണങ്ങൾ തെളിവുണ്ടാക്കുക. അതിനെന്ത് വേണം? പ്രമാണങ്ങൾ തിരുത്തുക. ഈ രീതിയിൽ സഹോദരന്മാരെ, പ്രമാണങ്ങളെ തിരുത്തുന്നിടത്തേക്ക് വരെ അന്ധമായ അനുകരണം, അന്ധമായ തഖ്ലീദ് മുസ്ലിം സമൂഹത്തിൻ്റെ പണ്ഡിതന്മാരിൽ ഇടയിൽ പോലും വ്യാപിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ അപകടം എന്താ അറിയോ? ഈ കേരളത്തിലെ പച്ച മലയാളത്തിൽ എഴുതി വിട്ടൊരു വാചകമുണ്ട്. പണ്ഡിതന്മാരെന്തു പറഞ്ഞാലും അത് സ്വീകരിച്ചോളണം, അത് കളവാണെങ്കിലും സത്യമാണെങ്കിലും. ഞാനൊരു വാചകം വായിച്ചു കേൾപ്പില്ല. കേരളത്തിലെ സമസ്തയുടെ ഇന്ന് അറിയപ്പെട്ടൊരു പണ്ഡിതനാണല്ലോ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. അയാൾക്കൊരു പുസ്തകമുണ്ട്, മുജാഹിദ് പ്രസ്ഥാനം എങ്ങോട്ട് എന്ന പുസ്തകം. ആ പുസ്തകത്തിൻ്റെ 23-ാമത്തെ പേജ്, ആ 23-ാമത്തെ പേജിൽ അയാൾ എഴുതുകയാണ്, സാധാരണക്കാരന് പണ്ഡിതനെ പിൻപറ്റൽ നിർബന്ധമാണ്. പണ്ഡിതൻ സത്യം പറയട്ടെ, കളവ് പറയട്ടെ, അല്ലെങ്കിൽ ശരി പറയട്ടെ, അബദ്ധം പറയട്ടെ, സാധാരണക്കാരുടെ ബാധ്യത പണ്ഡിതന്മാർ പറയുന്നത് സ്വീകരിക്കലാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. കേട്ടോ? പണ്ഡിതന്മാര് പറയുന്നത് സത്യമാണെങ്കിൽ സ്വീകരിക്കണം, അസത്യമാണെങ്കിൽ സ്വീകരിക്കണം എന്നതിൽ ലോകത്ത് ഇജ്മാ ഉണ്ട്. ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഏത് പണ്ഡിതന്മാര്? അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടോ? അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർ എവിടെയാ പറഞ്ഞത്? നിങ്ങൾ ഏത് ഉലമാക്കൾ സത്യം പറഞ്ഞാലും കളവ് പറഞ്ഞാലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് പണ്ഡിതന്മാരെ സ്വീകരിക്കുകയില്ലാതെ നിർവാഹമില്ല എന്ന് ഏത് ഉലമാക്കളാണ് പറഞ്ഞത്? ഒരു ഉലമാന് പറഞ്ഞേറ്റ്. ഹനഫി മുഖല്ലിദുകളും അല്ലെങ്കിൽ തനിച്ച തഖ്ലീദ് തലയിൽ കയറിയിട്ടുള്ള, അത് പിരാന്തായി മാറിയിട്ടുള്ള ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടാവും. അവരെ പണ്ഡിതന്മാർ തന്നെ പറയാൻ പറ്റില്ല എന്നല്ലേ ഇമാം ഷൗക്കാനി പറഞ്ഞത്? അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
ഇത് ഈ രീതിയിലാണ് ആളുകൾ, അതുകൊണ്ടാണ് ആളുകൾ എതിർക്കാത്തത്. ഒരു പുതിയ സ്വലാത്ത് ഉണ്ടാക്കിയാൽ എതിർക്കൂല. കാരണം എന്താ? പണ്ഡിതന്മാർ പറഞ്ഞു സ്വീകരിക്കണം. ഇപ്പൊ പിന്നെ മജ്‌ലിസുന്നൂർ വന്നു, എല്ലാ നാട്ടിലും മജ്‌ലിസുന്നൂർ നടക്കുക. എന്താണ്? ബദർ ബൈത്തും അതുപോലെ തന്നെ ബദരീങ്ങളെ വിളിച്ച് തവസ്സുൽ ചെയ്ത് നേരിട്ട് പ്രാർത്ഥിക്കലും. അത് എതിർക്കാൻ പാടില്ല. പണ്ഡിതന്മാർ പറഞ്ഞ് സ്വീകരിച്ചോളണം. ഹദീസ് ഉണ്ട്, ആ ഹദീസ് നമുക്ക് മനസ്സിലാവില്ല. ബുഖാരി ഉണ്ട്, ആയിക്കോട്ടെ. ഈ ബുഖാരിയൊക്കെ കലക്ക് കുടിച്ച ആൾക്കാരല്ലേ നമ്മളെ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രമാണങ്ങളിൽ നിന്ന് ആളുകളെ തിരിക്കുക. എന്നാൽ ഒരു രസകരമായൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. പണ്ഡിതന്മാരെ അന്ധമായിക്കൊണ്ട് അനുകരിക്കണമെന്ന് പറയുമ്പോൾ രണ്ട് കാര്യമാണല്ലോ ഇസ്ലാമിൽ. ഒന്ന് അസ്ലി ആയിക്കൊണ്ട് അഖീദപരമായ കാര്യങ്ങളുണ്ട്, ഫുറൂഇ ആയിട്ടുള്ള ഫിഖ്ഹി ആയിട്ടുള്ള കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളുണ്ട്. ഈ രണ്ട് കാര്യത്തിലും തഖ്ലീദ് ചെയ്യണമെന്നാണ് കേരളത്തിൽ എന്നല്ല ഏതാണ്ട് എല്ലാ മദ്ഹബിൻ്റെ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രത്തിൽ 4/1 മദ്ഹബിനെ തഖ്ലീദ് ചെയ്യണം, വിശ്വാസപരമായി കൊണ്ട് മാതുരിദിയ അല്ലെങ്കിൽ അശ്അരിയ പിന്നെ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യണം. ഒരു രസകരമായ ഒരു കാര്യം ആലോചിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് അധികവും ഷാഫി മദ്ഹബ്, മലബാർ പ്രദേശത്തൊക്കെ ഷാഫി മദ്ഹബുകാരാണ്. അപ്പോൾ ഷാഫി മദ്ഹബ് പറഞ്ഞാൽ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, തലാഖ്, അതുപോലെ തന്നെ മുത്തലാഖ്, ഇതൊക്കെ ഷാഫി മദ്ഹബാണ്. എന്നാൽ നിസ്കാരം നോമ്പൊക്കെ സ്വീകരിക്കണമെങ്കിൽ ആദ്യം വേണ്ട എന്താ? ഈമാൻ കാര്യം ശരിയാകണം, അള്ളാഹുള്ള വിശ്വാസം ശരിയാകണം, റസൂലുള്ള വിശ്വാസം ശരിയാകണം. അപ്പം നമ്മൾ ഷാഫി മദ്ഹബിനെ പിൻപറ്റുകയാണെങ്കിൽ ആദ്യം എവിടുന്നാ തുടങ്ങേണ്ടത്? ഇമാം ഷാഫിയുടെ വിശ്വാസം, അള്ളാഹുള്ള വിശ്വാസം എന്താണ്? ഇമാം ഷാഫിയുടെ റസൂലുള്ള വിശ്വാസം എന്താണ്? ഇമാം ഷാഫി അള്ളാഹുവിൻ്റെ ഇസ്തിവാനെ കുറിച്ച് എന്ത് വിശ്വസിച്ചു? ഇമാം ഷാഫി അള്ളാഹുവിൻ്റെ നുസൂലിനെ കുറിച്ച് എന്ത് വിശ്വസിച്ചു? ഇമാം ഷാഫി സിഫാത്തുകളെ കുറിച്ച് എന്ത് വിശ്വസിച്ചു? അത് വിശ്വസിച്ചിട്ട് പിന്നെ നമ്മൾ നിസ്കാരം നോമ്പൊക്കെ എടുക്കുക. പക്ഷെ ഇതങ്ങനല്ല. ഇമാം ഷാഫിയുടെ അഖീദ സ്വീകരിച്ചാൽ ഇവിടെ മുജാഹിദാകും. അപ്പൊ എന്താ പറ്റുക? അപ്പൊ ഈ ഫിഖ്ഹിന്റെ വിഷയത്തിൽ ഇമാം ഷാഫിയുടെ തിരക്ക് നിസ്കാരമൊക്കെ ഷാഫി പോലെ, അഖീദ ഇമാം ഷാഫിയുടെ പറ്റൂല. പിന്നെ ആരുതാ വാണ്ടിക്കണത്? അത് പിന്നെ അബുൽ ഹസൻ അശ്അരി എന്ന് പറയുന്ന പണ്ഡിതന്റെ അഖീദ എടുക്കണം. എന്നാൽ അദ്ദേഹത്തിന്റെ അഖീദ എടുക്കണില്ല. അദ്ദേഹം പിന്നീട് പിഴച്ച വിശ്വാസത്തിന് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്, അഹ്ലുസുന്നയുടെ മാർഗത്തിന് മടങ്ങിയിട്ടുണ്ട്. അതും എടുക്കണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഈ ശരിയായ വിശ്വാസമാണ് ഈ ഒരു മനുഷ്യൻ തഖ്ലീദ് ചെയ്ത് അനുകരിക്കേണ്ടതെങ്കിൽ ആ ശാഫിഈ ഇമാമിന് വിശ്വാസ രംഗത്ത് തഖ്ലീദില്ല. ഇനി ഹനഫികളായ ആളുകളാണെങ്കിലോ അബു ഹനീഫന്റെ മദ്ഹബ് വിശ്വാസത്തെ എടുക്കുന്നുണ്ടോ? ഇല്ല. അവർ മാതുരീദി മദ്ഹബാണ് എടുക്കുന്നത്. അത് രണ്ടും പിഴച്ച മദ്ഹബാണ്. അശ്അരി മദ്ഹബും മാതുരീദി മദ്ഹബും അഖീദയിൽ ഒരുപാട് പിഴവുകളുള്ള മദ്ഹബുകളാണ്. എന്നാൽ ഇമാം ഷാഫിയുടെ അഖീദ പിഴച്ചിട്ടില്ല. ഇമാം അബു ഹനീഫയുടെ അഖീദയിൽ പിഴവില്ല. ആ പിഴവില്ലാത്ത അഖീദ എടുക്കാത്ത ആളുകൾ ഇമാം ഷാഫിയുടെ ഇതെന്ന് പറയപ്പെടുന്ന ഈ മദ്ഹബിന്റെ ഫിഖ്ഹി മദ്ഹബുകൾ സ്വീകരിക്കുന്ന പിന്നെ വിധി വൈപരീത്യം എന്ന് വേണമെങ്കിൽ പറയാം. സഹോദരന്മാരെ, ഈ രീതിയിൽ ആളുകൾ അന്ധമായി കൊണ്ടുള്ള തഖ്ലീദിലേക്ക് കൊണ്ടുപോകുന്നു. ഈ തഖ്ലീദ് കൊണ്ടുണ്ടാകുന്ന വലിയൊരു വിപത്ത് എന്താ ചോദിച്ചാൽ, ബിദ്അത്തുകൾ സാർവത്രികമായി കൊണ്ട് സമൂഹത്തിൽ ഇങ്ങനെ വളർന്നു വരും. ബിദ്അത്ത് ഉണ്ടാകും. കാരണം എതിർക്കാൻ പാടില്ല. എന്തുണ്ടായാലും അതങ്ങോട്ട് സ്വീകരിക്കുക എന്നുള്ള ആ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ടുണ്ടാകുമ്പോൾ ബിദ്അത്തുകൾ ഉണ്ടാകും. ബിദ്അത്തിന്റെ ഗൗരവം എന്താ? പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇയ്യാകും വമുഹദസാത്തുൽ ഉമൂർ ഫഇന്ന കുല്ല മുഹദസത്തിൻ ബിദ്അ ഫകുല്ലു ബിദ്അത്തിൻ ളലാല ഫകുല്ലു ളലാലത്തിൻ ഫിന്നാർ. നിങ്ങൾ ബിദ്അത്തുകളെ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് ഏതാണ്ട് എല്ലാ പ്രസംഗങ്ങളിലും ഉപദേശിച്ചിട്ടുണ്ട്. കാരണം എന്താ? എല്ലാ പുത്തൻ ആചാരങ്ങളും എല്ലാ പുത്തൻ ആശയങ്ങളും അത് ബിദ്അത്താണ്. ഫകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്തുകളാകുന്നു എന്ന് പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മൾ പണ്ഡിതന്മാർക്ക് അവരന്ധമായിക്കൊണ്ട് അനുകരിക്കരുത് എന്ന് പറയാനുള്ള കാരണം ചില ആളുകളെങ്കിലും സംശയിക്കുന്നുണ്ടാവും. ഇമാം ഷാഫി മഹാനായ പണ്ഡിതനല്ലേ? ഇമാം മാലിക് ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടുള്ള ആളല്ലേ? അങ്ങനെയാണ് ചില ആളുകൾ പറയാറുള്ളത്. ഇപ്പോൾ കേരളത്തിലെ മുജാഹിദ് മൗലവിമാരെക്കാളൊക്കെ എത്രയോ ഹദീസ്, ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടാക്കിയ ആളാണ് ഇമാം ഷാഫി. അപ്പോൾ ഇമാം ഷാഫിൻ്റെ മദ്ഹബ് ഞങ്ങൾ സ്വീകരിക്കുന്നു, നിങ്ങളെ മൗലവിമാരെ മദ്ഹബ് ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് ചില ആളുകളെ പൊട്ടീസാക്കാൻ വേണ്ടി പറയാറുണ്ട്. ശരിക്കും എന്താ? ഇമാം മാലിക്, ഇമാം അബു ഹനീഫയും അതുപോലെ തന്നെ ഇമാം ഷാഫിയൊക്കെ മഹാപണ്ഡിതന്മാരാണ്. പക്ഷെ അവരൊക്കെ തന്നെയും മനുഷ്യന്മാരായിരുന്നു. കുല്ലു ബനി ആദം ഖത്താഊൻ, എല്ലാ മനുഷ്യന്മാർക്കും അബദ്ധങ്ങൾ പറ്റാം. ഇമാം മാലിക് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, കുല്ലു യുഖദു മിൻ ഖൗലിഹി വയുറദ് ഇല്ലാ സാഹിബ ഹാദൽ ഖബർ. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തിരുന്ന് ഇമാം മാലിക് പറയാൻ എന്താ പറയണത്? ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെ വാക്കിലും തള്ളേണ്ടതുമുണ്ട്, കൊള്ളേണ്ടതുമുണ്ട്. ഇല്ലാ സാഹിബ ഹാദൽ ഖബർ, ഈ ഖബറിന്റെ ഉടമസ്ഥന്റെ വാക്കിലൊഴികെ എന്ന് പറഞ്ഞാൽ എന്താ?
റസൂലുള്ളാഹിന്റെ വാക്കിൽ തള്ളേണ്ടതില്ല, എല്ലാം കൊള്ളേണ്ടതാണ്. ഇപ്പം ചില ആൾക്കാരുണ്ടല്ലോ, ചില ഹദീസ് നമുക്ക് പറ്റൂല, അത് പറ്റൂല എന്ന് ഇമാം മാലിക് പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ വാക്കാണെങ്കിൽ എല്ലാം സ്വീകരിക്കണം. വേറെ ദുനിയാവിൽ ഒരു മനുഷ്യന്റെ വാക്കിലും എല്ലാം സ്വീകരിക്കേണ്ടതായിക്കൊണ്ട് ഇല്ല എന്നതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. ഇമാം ഷാഫിയുടെ വാക്ക് നിങ്ങൾ കേട്ടു നോക്കൂ. അദ്ദേഹം പറയാൻ, അജ്മഅ അന്നാസു അല അന്ന മൻ ഇസ്തബാനത ലഹു സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ ലഹു അൻ യദഅഹാ ലിഖൗലി അഹദിൻ. പണ്ഡിതന്മാർ യോജിപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് യോജിപ്പ് എന്ന് പറഞ്ഞാൽ. എന്താ യോജിപ്പ്? ഒരു മനുഷ്യന് റസൂലുള്ളാഹിന്റെ സുന്നത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആ റസൂലുള്ളാഹിന്റെ സുന്നത്തിന് എതിരായിക്കൊണ്ട് വേറൊരു മനുഷ്യന്റെ വാക്കും സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം ലോകത്തൊരു മനുഷ്യനുമില്ല എന്നും ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അത് പറയുക മാത്രമല്ല, പണ്ഡിതന്മാർ അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു മദ്ഹബിന് യോജിക്കാത്തൊരു കാര്യം അല്ലെങ്കിൽ മദ്ഹബിന് എതിരായൊരു കാര്യം റസൂലുള്ളാഹിന്റെ ഹദീസിൽ കണ്ടാൽ അതവർ സ്വീകരിച്ചിട്ടുണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ, 2-3 ഉദാഹരണങ്ങൾ പറയാം. ഇബ്നു ഫർജ് അൽ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അദ്ദേഹത്തിന് ഫത്ഹുൽ ബാരിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി രേഖപ്പെടുത്തുകയാണ്, അൽ മസ്ഹു അലൽ ഖുഫൈൻ യഅനി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅൻ അകാബിർ അസ്ഹാബിഹി ഫിൽ ഹദരി അസ്ബത ഇൻദനാ ഫഅഖ്വാ മിൻ അൻ നത്തബിഅ മാലികൻ ഖിലാഫഹു. അഥവാ ഇമാം മാലിക്കിന്റെ മദ്ഹബിൽ ഒരു രീതിയുണ്ട്, ഖുഫമ്മേൽ തടവുന്നത്, അഥവാ നാട്ടിലുണ്ടാകുമ്പോൾ ഖുഫമ്മേൽ തടവാൻ പാടില്ല എന്ന് ഇമാം മാലിക്കിന്റെ മദ്ഹബിലുണ്ട്. പക്ഷേ ആ മാലിക്കി മദ്ഹബിൽപ്പെട്ട പണ്ഡിതൻ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നാട്ടിലുണ്ടാകുമ്പോഴും ഖുഫമ്മേൽ തടവാമെന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസ് സ്വീകരിക്കലാണ് നമുക്ക് നല്ലത് ഇമാം മാലിക്കിനെ ഈ വിഷയത്തിൽ പിൻപറ്റുന്നതിനേക്കാൾ. എന്ന് പറഞ്ഞാൽ എന്താ? ഇമാം മാലിക് വലിയ പണ്ഡിതനാണ്. ആ ആദരവുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ഹദീസുകൾ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇതാണ് പണ്ഡിതന്മാർ. ഇങ്ങനെ സ്വീകരിക്കണം എന്ന് മുജാഹിദീങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഹദീസ് ഉണ്ടെങ്കിൽ ഹദീസ് സ്വീകരിക്കുക. ഒരു ഉദാഹരണങ്ങൾ നോക്കൂ. ഇമാം മാവർദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഞാൻ പറഞ്ഞല്ലോ ഏത് വലിയ മനുഷ്യനും അബദ്ധങ്ങൾ പറ്റാം. ഇമാം ഷാഫിയുടെ അഭിപ്രായം എന്താണ്? സ്വലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വലാത്ത് സുബ്ഹാണ്, സുബഹി നിസ്കാരമാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ പറഞ്ഞല്ലോ, ഹാഫിദു അല സ്വലവാത്തി വസ്സലാത്തിൽ വുസ്ത, നിങ്ങൾ നമസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കണം, പ്രത്യേകിച്ചും സ്വലാത്തുൽ വുസ്തയും. അപ്പോൾ സ്വലാത്തുൽ വുസ്ത എന്നത് സുബഹി നമസ്കാരമാണ് എന്നാണ് ഇമാം ഷാഫിയുടെ അഭിപ്രായം. പക്ഷേ ആ ഷാഫിഈ മദ്ഹബിൽ തന്നെ പെട്ടിട്ടുള്ള ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാവർദിയും ഒക്കെ പറയാൻ, ബി അന്ന മദ്ഹബ ഷാഫിഈ റഹ്മഹുല്ലാഹ് അന്ന സ്വലാത്തുൽ വുസ്ത ഹിയ സ്വലാത്തുൽ അസ്ർ. ഇമാം ഷാഫിയുടെ മദ്ഹബ് എന്താണ്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബ് സ്വലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞാൽ അത് അസ്ർ നമസ്കാരമാണ്. എന്നാൽ വഇൻ കാന ഖദ നസ്സ ഫിൽ ജദീദി വഗൈരിഹി അന്നഹ അസ്സുബ്ഹ്, ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ജദീദായ കൗലും പഴയ കൗലും പുതിയ കൗലും പറഞ്ഞിട്ടുള്ളത്, ഇമാം ഷാഫി പറഞ്ഞിട്ടുള്ളത് അത് സുബഹി നിസ്കാരാണെന്ന്. പക്ഷെ ഷാഫി മദ്ഹബ് എന്താ? അത് അസ്ർ നിസ്കാരാണെന്നാണ്. കാരണം എന്തുകൊണ്ട്? ലിസിഹത്തിൽ അഹാദീസി അന്നഹാ സ്വലാത്തുൽ അസ്ർ, ഹദീസുകൾ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് അത് സ്വലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞാൽ അത് അസ്ർ നിസ്കാരമാണ് എന്ന് ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഹദീസ് സ്ഥിരപ്പെട്ട് ഒരുപക്ഷെ ഇമാം ഷാഫിക്ക് ആ ഹദീസ് കിട്ടിയിട്ടുണ്ടാവില്ല, അദ്ദേഹം ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് പറഞ്ഞതായിരിക്കാം. പക്ഷെ ഹദീസ് സ്ഥിരപ്പെട്ടു സ്വലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞാൽ അത് സുബഹി നമസ്കാരമല്ല, അസ്ർ നിസ്കാരമാണ്. അതുകൊണ്ട് ഷാഫിഈ മദ്ഹബ് അസ്ർ നിസ്കാരമാണെന്നാണ്. പക്ഷെ ഇമാം ഷാഫി പറഞ്ഞത് അത് സുബഹി നമസ്കാരമാണ് എന്നാണ്. അപ്പോൾ ഇമാം ഷാഫിയോടുള്ള എല്ലാ ആദരവുകളും ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ആ വാക്ക് നമ്മൾ ഹദീസിന്റെ കൂടെ നിൽക്കുന്നു. ഇതാണ് സലഫികൾ പഠിപ്പിച്ചത്, അതാണ് പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, വയുഹ്റമു അലൽ ആലിം അൻ യുഖാലിഫ സുന്ന ബഅദ ഇൽമിഹി ബിഹാ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് മനസ്സിലാക്കിയതിന് ശേഷം ഒരിക്കലും ഒരു മനുഷ്യനും ഒരു പണ്ഡിതനും പാടില്ല റസൂലുള്ളാഹിന്റെ സുന്നത്തിന് എതിരായിക്കൊണ്ട് നടപടി സ്വീകരിക്കാൻ എന്ന് പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഞാൻ കൂടുതൽ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും എത്ര വലിയ ആലിമാണെങ്കിലും അത് റസൂലുള്ളാഹിന്റെ കൂടെ തന്നെ ജീവിച്ച ആളാണെങ്കിലും എല്ലാ തെളിവുകളൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ വലിയ ആളുകൾക്ക് കിട്ടാത്ത തെളിവുകൾ ചെറിയ ആളുകൾക്ക് കിട്ടും. ഒരുപാട് സംഭവങ്ങളുണ്ട്.
ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ റഫ്ഉൽ മലാം അനിൽ അഇമ്മത്തിൽ അലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരുപാട് തെളിവുകൾ ഈ വിഷയത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒറ്റൊന്ന് മാത്രം സാന്ദർഭികമായി ഞാൻ പറയാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് അബൂ മൂസ അശ്അരി കയറി വന്നു. ഉമർ ഖത്താബ് ആരാൻ? റസൂലുള്ളാഹിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന സഹാബിയാണ്. അങ്ങനെ കയറി വന്നു, 3 പ്രാവശ്യം സലാം പറഞ്ഞു, മടക്കിയില്ല. അദ്ദേഹം തിരിച്ചു പോന്നു. തിരിച്ചു പോന്നപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, എവിടേക്കാ പോണത്? അങ്ങനെ അദ്ദേഹത്തെ ചോദിച്ചു, എന്താ സംഭവം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് 3 പ്രാവശ്യം നിങ്ങൾ വീട്ടിലേക്ക് കയറിയാൽ അനുവാദം ചോദിക്കണം. 3 പ്രാവശ്യവും ചോദിച്ചിട്ടും അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോരണം. ഉമർ റളിയല്ലാഹു ഞാൻ ഹദീസ് കേട്ടിട്ടില്ല. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ മൂസ അശ്അരിക്ക് കിട്ടിയ ഹദീസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ സ്ഥാനം ഇദ്ദേഹത്തെക്കാളൊക്കെ എത്രയോ മുകളിലാണ്. അപ്പോൾ വലിയ ആളുകളാണെങ്കിൽ പോലും ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ ജദ്ദത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട് വല്യമ്മാൻ്റെ അനന്തരാവകാശ സ്വത്ത് വിഷയം അബൂബക്കർ റളിയല്ലാഹുവിന്റെ സദസ്സിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സദസ്സിലുള്ള ആളുകളാണ് ആ ഹദീസ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോൾ വലിയ ആളുകൾക്ക് പോലും ചിലപ്പോൾ ചില ചെറിയ സംഭവങ്ങൾ അറിയാതെ പോകാം. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ബുഖാരി ഒരു ഹദീസ് വിശദീകരിക്കുമ്പോൾ, ഹദീസ് ഏതാണ്? റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ചില ആളുകൾ മുർത്തദ്ദായി പോയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുമായി കൊണ്ട് സക്കാത്ത് കൊടുക്കാതിരുന്നപ്പോൾ അവരുമായി കൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു തീരുമാനിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആൾക്കാരോട് നിങ്ങളെങ്ങനെ യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ് ഹദീസ് വിശദീകരിച്ചപ്പോൾ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞൊരു വാചകം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ ഇതാണ് സലഫി മദ്ഹബ്, ഇതാണ് സലഫി ആദർശം എന്ന് പറയുന്നത്. അഹ്ലുസുന്നയുടെ രീതി ഇതാണ്. വഫിൽ ഖിസ്സതി വഫി ഹാദിഹിൽ ഖിസ്സ, ഈ സംഭവത്തിൽ നമുക്ക് തെളിവുണ്ട്. ദലീലുൻ അല അന്ന സുന്നത ഖദ് തഖ്ഫ അല ബഅദി അകാബിരി സഹാബ, വലിയ സഹാബിമാർക്ക് ചിലപ്പോൾ റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ ഗോപ്യമായിരിക്കാം, അവർക്കറിയാതിരിക്കാം. വയത്തലു അലിഹ ആഹാദുഹും, അവർ വലിയ ആളുകൾക്ക് ചിലപ്പോൾ ചെറിയ ആളുകൾക്ക് അത് മനസ്സിലാകുകയും ചെയ്തേക്കാം. അപ്പോൾ ചെറിയ ആളുകൾക്ക് കിട്ടിയ ഹദീസ് ചിലപ്പോൾ വലിയ ആളുകൾക്ക് കിട്ടാതിരുന്നേക്കാം. എന്നിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞൊരു വാചകം ശ്രദ്ധിച്ചോളൂ. വലിഹാദാ ലാ യുൽതഫതു ഇലൽ ആറാഇ, അതുകൊണ്ട് ആളുകളുടെ അഭിപ്രായങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. വലൗ ഖവിയത്, അതെത്ര വലിയ മനുഷ്യന്റെ വാക്കാണെങ്കിലും അതെത്ര പ്രബലമായ അഭിപ്രായമാണെങ്കിലും റസൂലുള്ളാഹിന്റെ ഹദീസിനെതിരെ മഅ വുജൂദി സുന്നത്തി തുഖാലിഫുഹാ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് അതിനോട് എതിര് നിൽക്കുന്നുണ്ടെങ്കിൽ ആ എതിര് നിൽക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള വാക്ക് എത്ര മഹാന്റെ വലിയ വാക്കാണെങ്കിലും ആ റസൂലുള്ളാഹിന്റെ വാക്കിനെതിരായി നിൽക്കുന്ന വാക്കിലേക്ക് നിങ്ങൾ തിരിയരുത്. അപ്പൊ ചോദിച്ചേക്കാം, അത്ര വലിയ മഹാനും ഇത്ര ചെറിയ സംഭവം എങ്ങനെ അറിയാതിരിക്കോ? എന്നിട്ട് ഇബ്നു ഹജർ പറയാണ്, വലാ യുഖാലു, ഇങ്ങനെ നീ പറയപ്പെടണ്ട, കൈഫ ഖഫിയദ അലാ ഫുലാൻ, ആ മനുഷ്യർ ഇത് എങ്ങനെയാണ് ഗോപ്യമായി പോയത്? അയാൾ വലിയ ആലിമല്ലേ, വലിയ പണ്ഡിതനല്ലേ, അയാൾക്ക് ഇത് അറിയാതിരിക്കുമോ എന്നും നീ ചോദിക്കണ്ട. റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ കൂടെ നിന്നാ മതി എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിൽ കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, തൻ്റെ മദ്ഹബിന് അനുകൂലമല്ലെങ്കിൽ തൻ്റെ മദ്ഹബിന്റെ അഭിപ്രായം ഇതാണ്, ഈ മദ്ഹബിന്റെ അഭിപ്രായം ഇതാണ്, അത് സുന്നത്തിനെതിരാണെങ്കിൽ പണ്ഡിതന്മാർക്ക് അത് ഒഴിവാക്കാൻ ഒരു മടിയും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ പോലെയല്ല അന്നത്തെ ഉലമാക്കൾ. ഞാൻ പറഞ്ഞില്ല, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അതിനൊരു മദ്ഹബിന്റെ കീഴിലുള്ള പണ്ഡിതന്മാരാണെങ്കിൽ, ഇപ്പൊ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നവവി ശാഫിഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഫിഖ്ഹിയായിക്കൊണ്ട് കാര്യങ്ങൾ ഗവേഷണം നടത്തി അതനുസരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള മഹാപണ്ഡിതനാണ്. രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ശർഹ് മുസ്ലിം. ആ ശർഹ് മുസ്ലിമിൽ കിതാബു സ്വലാത്തിൽ അദ്ദേഹം വിശദീകരിച്ച് നമസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കൂട്ടി പറയുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ, വലാ യുസന്നു സിയാദത്തു വബറകാതുഹു എന്ന് കൂട്ടിപ്പറയൽ സുന്നത്തല്ല. വഇൻ കാന ഖദ് ജാഅ ഫീഹാ ഹദീസുൻ ദഈഫുൻ, അതിൽ ചില ദഈഫായ ഹദീസുകൾ വന്നിട്ടുണ്ടെങ്കിലും ശരി, വബറകാതുഹു എന്ന് കൂട്ടിപ്പറയാൻ ചില ദുർബലമായ ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും അത് സുന്നത്തല്ല. വഅശാറ ഇലൈഹാ ബഅദുൽ ഉലമാഇ, അത് വബറകാതുഹു എന്ന് പറയാമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, എന്നാലും അത് സുന്നത്തല്ല. വലാകിന്നഹാ ബിദ്അ, അത് ബിദ്അത്താകുന്നു.
ആരാ പറഞ്ഞത്? രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി പറയാൻ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് ബിദ്അത്തായെന്ന് അദ്ദേഹം പറഞ്ഞത്? ഇത് ലം യസിഹ ഫീഹാ ഹദീസുൻ, ആ വിഷയത്തിൽ ഒരു ഹദീസ് പോലും സഹീഹായി വന്നിട്ടില്ല. ബൽ എന്ന് മാത്രമല്ല, സഹഹാദൽ ഹദീസ് വഗൈറുഹു ഫീ തർക്കിഹ, അഥവാ അദ്ദേഹം ഈ വിശദീകരണം കൊടുക്കുന്ന ആ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സലാം വീട്ടിയപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഹദീസ് പോലെ വേറെയും ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. വബറകാതുഹു എന്നില്ലാതെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് വബറകാതുഹു എന്ന് പറയൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ലഈഫായ ഹദീസ് വന്നിട്ടുണ്ടായിരിക്കാം, എന്നാലും അത് സ്വീകരിക്കാൻ പാടില്ല, അത് ബിദ്അത്താകുന്നു എന്നാണ്. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കാം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇപ്പം ചില ആളുകൾ ഹദീസ് കിട്ടുമ്പോൾ അതൊക്കെ ഇപ്പോൾ ചില കുട്ടികൾ കൊണ്ടുവരുന്ന ഹദീസല്ലേ, എവിടുന്നാപ്പി ഹദീസൊക്കെ കിട്ടിയത് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. എന്നാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഇമാം ദാരിൽ ഹിജ്റ, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വെച്ച് ക്ലാസ് നടത്തിയ ഇമാമാണ് ഇമാം ദാരിൽ ഹിജ്റ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. എത്ര മഹാനായ പണ്ഡിതനാണ്. ഇമാം മാലിക്കിൻ്റെ മുവത്തയാണ്. ഫൈസൽ ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കും. ഇമാം ബുഖാരിയേക്കാളും മുസ്ലിമിനേക്കാളൊക്കെ മുമ്പ് ഇമാം മാലിക്കിൻ്റെ മുവത്തയുണ്ട്. വലിയ പ്രഗത്ഭനായ പണ്ഡിതനാണ്. പക്ഷെ ആ പണ്ഡിതന്റെ സദസ്സിൽ നടന്ന സംഭവം ഇബ്നു വഹബ് അദ്ദേഹം റിവായത്ത് ചെയ്യുകയാണ്. സമിഅതു മാലികൻ സുഇല അൻ തഖ്ലീൽ അസാബിഇ റിജ്ലൈൻ, ഇമാം മാലിക്കിന്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, കാല് കഴുകുമ്പോൾ കാലിൻ്റെ വിരലിൻ്റെ ഇടയിൽ നമ്മുടെ കൈയിൻ്റെ വിരലുകൊണ്ട് കഴുകേണ്ടതുണ്ടോ, അതല്ല ഇങ്ങനെ വെള്ളം പാർന്ന് ഒഴിച്ചാൽ മതിയോ എന്ന് ഇമാം മാലിക്കിനോട് അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ചോദിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലൈസ ദാലിക അലന്നാസ്, അങ്ങനെ കാലിൻ്റെ ഇടയിൽ കൂടെ കൈയിൻ്റെ വിരൽ ഇളക്കിയിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ സാധാരണ കഴുകിയാൽ മതി, അതിൻ്റെ വിരൽ കൊണ്ട് കഴുകേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചോദ്യകർത്താവിനോട് പറഞ്ഞു. ഇദ്ദേഹം പറയാണ്, ഇബ്നു വഹബ് പറയാണ്, ഫതറക്തു ഹത്താ ഖഫന്നാസ്, ഞാൻ അങ്ങനെ സദസ്സൊക്കെ പിരിഞ്ഞു, അങ്ങനെ ആളുകൾ പിരിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ അവിടെ കാത്തിരുന്നു. ഇമാം മാലിക്കിൻ്റെ സദസ്സിൽ അങ്ങനെ ഇരുന്നു. അങ്ങനെ കുറച്ച് ആളുകൾക്ക് പിരിഞ്ഞു പോയപ്പോൾ ഫഖുൽതു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇൻദനാ ഫീ ദാലിക സുന്ന. ഇമാം മാലിക്കിനോടാ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിന് ഹദീസ് പഠിക്കാൻ വന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലെ ഇമാം അവറുകളെ, ഈ വിഷയത്തിൽ എൻ്റെ അടുക്കൽ ഒരു സുന്നത്തുണ്ട്, ഇന്നറ റസൂലുള്ളാഹിന്റെ ഹദീസുണ്ട്, എന്താണത്? അപ്പോൾ ഇമാം മാലിക് ചോദിച്ചു, മാഹി, എന്താണത്? ഓ, എനിക്ക് കിട്ടാത്ത ഹദീസ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയ പോടുന്നു എന്ന് പറഞ്ഞ ആട്ടില്ല. ഞാൻ വലിയ ആലിമല്ലേ, ജിൻ്റെ അടുത്ത് വന്ന് വിദ്യാർത്ഥിയല്ലേ, എൻ്റെ ഹദീസ് എനിക്ക് കേൾക്കണ്ട, എൻ്റെ ഹദീസ് നീ പഠിച്ചോ എന്നല്ലേ ഇമാം മാലിക് പറഞ്ഞത്. ഇമാം മാലിക് ചോദിച്ചു, മാഹിയ, ഏതാണ് ഹദീസ്? അപ്പോൾ അദ്ദേഹം ആ ഹദീസിൻ്റെ സനദ് പറഞ്ഞു. ഹദ്ദസനാ ഖാല ഹദ്ദസനാ അല്ലൈസു ഇബ്നു സഅദ് വഇബ്നു ലുഹൈഅ വഅംർ ഇബ്നു ഹാരിസ് അൻ യസീദ് ഇബ്നു അംർ അൽ-മഗാഫി അൻ അബി അബ്ദുറഹ്മാൻ അൽ-ഹം എന്ന് പറഞ്ഞിട്ട് ഖാല ശദാദുൽ ഖറശി ഖാല റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ലുകു ബിഖിൻസിരിഹി മാ ബൈന അസാബിഇ റിജ്ലിഹി. അദ്ദേഹം റസൂലുള്ളാഹിന്റെ ഹദീസ് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒതു എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയ വിരലുകൊണ്ട് റസൂലുള്ളാഹിന്റെ കാലിൻ്റെ വിരലിൻ്റെ ഇടയിൽ കഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കൊടുത്തു. എന്താ ഇമാം മാലിക്കിൻ്റെ പ്രതികരണം? അദ്ദേഹം പറയാണ്, ഇന്ന ഹാദൽ ഹദീസു ഹസൻ മാ സമിഅതു ബിഹി ഹത്തലാൻ ഇല്ല സഅ. ഇത് നല്ലൊരു ഹദീസാണല്ലോ, ഇതുവരെ ഞാനിത് കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാനത് സ്വീകരിക്കുന്നു, തള്ളിയില്ല. അതാണ് ഇമാം മാലിക്കിൻ്റെ രീതി, അതാണ് മുഹദ്ദിസീങ്ങൾ പണ്ഡിതന്മാരുടെ രീതി. അതാണ് ഒരു ഹദീസ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് ഓരോ മദ്ഹബ്, അതാണ് 4 മദ്ഹബിൻ്റെ ഇമാമികളും പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി പറയാണ്, സുമ്മ സമിഅതു ബഅദ ദാലിക യസ്അലു മാ ഫയുമർ. ഇതേ ചോദ്യം തന്നെ പിന്നീട് ഇമാം മാലിക്കിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഫയഅമുറു ബിതഖ്ലീലിൽ അസാബിഇ, ഈ ഹദീസിൻ്റെ ഈ ശിഷ്യൻ പറഞ്ഞു കൊടുത്ത ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാം മാലിക് പറഞ്ഞു കൊടുത്ത, ഇമാം മാലിക് മനസ്സിലാക്കിയ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് ആ കാലിൻ്റെ വിരലിനിടയിൽ കയ്യിൻ്റെ വിരൽ കൊണ്ട് കഴുകണമെന്ന് ഇമാം മാലിക് ഫത്വ കൊടുക്കും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, ഇതാണ് ഒരു വിശ്വാസി പ്രമാണങ്ങളോട് സ്വീകരിക്കുന്ന നിലപാട്. എന്ന് പറഞ്ഞാൽ അന്ധമായ രീതി. പണ്ഡിതന്മാർക്ക് അബദ്ധങ്ങൾ പറ്റാം, ആർക്കും അബദ്ധങ്ങൾ സംഭവിക്കാം. അവിടെ അബദ്ധങ്ങളും സുബദ്ധങ്ങളും വേർതിരിച്ച് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ അണിചേരുക. അതല്ലാതെ അന്ധമായ അനുകരണം, അത് സംഘടനയോടാണെങ്കിലും വ്യക്തികളോടാണെങ്കിലും കുടുംബത്തോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും അതുപോലെ തന്നെ കാക്കക്കാരനവന്മാരോട് മഹല്ല് കമ്മിറ്റിയോട് ആരോടാണെങ്കിലും റസൂലുള്ളാഹിന്റെ ഹദീസിനോ ഇസ്ലാമിനെതിരോ ആരെയും നമ്മൾ അന്ധമായി പിൻപറ്റേണ്ടതില്ല.
പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഒരു സാധാരണക്കാരായ മനുഷ്യന് പണ്ഡിതന്മാർക്കൊന്നും ചോദിക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ പ്രമാണബദ്ധമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതവന് സ്വീകരിക്കാം. അതല്ലാതെ പ്രമാണങ്ങൾ നോക്കാതെ സ്വീകരിക്കുന്ന രീതി ഒരിക്കലും ഒരു വിശ്വാസിക്കുണ്ടാകരുത്. ഇതാണ് ഈ വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ചുരുങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു ഇഖ്ലാസോട് നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.